Okay guys, hi. Hi guys. നിന്റെ ഫാൻസ് അല്ലേ? Okay, എന്റെ ഫാൻസ് കുറച്ചുകൂടിയിട്ട് ബോക്സ് ആൻഡ് എനിക്ക് അതൊക്കെ അല്ലാതെ നമുക്ക് മറ്റൊന്നും വേണ്ട ആദ്യം No, really that Zumba. ഓക്കെ എന്താണ് സെലിബ്രിറ്റി സെലിബ്രിറ്റിയുടെ അർത്ഥം ജയപ്രകാശ്. പിന്നെ എന്റെ ഈ ഒരു ജേർണിയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എന്നെ കോൺടാക്ട് ചെയ്തത് ഓർക്കുന്നു അപ്പോ യെസ് ഷീ സപ്പോർട്ടഡ് മീ എ ലോട്ട് സോ ഐ ആം വെരി താങ്ക്സ് ടു ഞാൻ ബോളിവുഡിലേക്ക് പോവാണ്. എന്റെ ഒരു ട്വിൻ സിസ്റ്റർ ഉണ്ടെന്നൊക്കെ ഞാൻ പറയുന്നത് രാഗി സാവന്ത്. രാഗി സാവന്തിന്റെ അടുത്തേക്ക് പോകണം. പിന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കണം. പിന്നെ ഹിന്ദി ബിഗ് ബോസ് തന്നെ ട്രൈ ചെയ്യണം. ഹിന്ദി അറിയില്ലല്ലോ, പഠിച്ചാൽ മതി. ഓക്കെ ബൈ. എന്നെ വെൽക്കം ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെ നെവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നെവിനെ ആദ്യം പരിചയപ്പെടുന്ന ബാക്ക് ഇൻ 2015. ഇനി ബാക്കി കുറെ ഉണ്ട്, എല്ലാ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ നിങ്ങളുടെ ഇടയിൽ പലതും സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ മറ്റേ കിട്ടേക്ക് ഉണ്ടല്ലോ. നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ നേരം എന്നെ കാണാൻ പറ്റും. പിന്നെ എന്താ, ഒരു പേജ് മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരാളല്ല ഞാൻ. അപ്പൊ ഇനിയും ഒരു മീറ്റപ്പ് ഉണ്ടായിരിക്കും. അപ്പൊ അതിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മറ്റേ പടക്കമൊന്നും ഇല്ല. ഒഫീഷ്യൽ ഒഫീഷ്യൽ ഇതെടുത്തിട്ട് താഴത്തേക്ക് വെക്കണോ അത് ഇവിടെ വെക്കണോ? ഇവിടെ എല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടല്ലോ. പിന്നെ ആരെങ്കിലും വിളിക്കാനായിട്ട് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമ ചോദിക്കുന്നു. ഇതൊന്നും അല്ല സെലിബ്രേഷൻ, ഇനി വരാൻ കിടക്കുന്നുള്ളൂ അല്ലേ? അപ്പൊ ഓക്കെ, നെഗറ്റിവിറ്റി സോറി പോസിറ്റിവിറ്റി. ഓക്കെ ഫൈൻ. അതെ അതെ, ജൂനിയർ ഞാൻ കഴിച്ചു. അശ്വതി പൊതുവാ ഇത് പ്രത്യേകം ഒന്ന് എടുത്തത് എക്സ്ക്ലൂസീവ് ആക്കാം. ഓക്കെ, എപ്പോഴും നമ്മള് പ്രൊമോഷൻ നടത്തുന്നത്. ദിസ് ഇസ് എ പ്രൊമോഷൻ. എനിക്ക് പൂച്ച ആക്കല്ലേ. ഓക്കെ, ഐ ആം വെരി താങ്ക്സ് ടു എവ്രി വൺ. കാരണം എന്റെ ഈ ചളിയൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ. പിന്നെ ഞാൻ വേറൊരു കാര്യം ആലോചിച്ചു, ബിഗ് ബോസ് എല്ലാവരും അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഗിഫ്റ്റ് ലവ് ഇറ്റ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. സന്തോഷമായി. ഓക്കെ, എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാനിങ്ങനെ ഗിഫ്റ്റ് ഒക്കെ താങ്ക് യു സോ മച്ച്. പിന്നെ എനിക്ക് പറയാനായിട്ടുള്ളത്, ആക്ച്വലി എന്റെ വീട്ടില് ഈവനിങ്ങില് ഇന്നലെ കഴിക്കണം, അങ്ങോട്ടേ കഴിക്കും. ചിൽഡ്രൻസ് ഡേ ആണ്. കഴിക്കും. ഭാവിയിലെ നെവിനാണ് ഞാൻ അനുഗ്രഹിച്ചു.
ഓക്കെ അപ്പൊ പെട്ടി പൊളിക്കും ആണോ വേഗം ഉണ്ടോ പൊതുവെ ഞാൻ സത്യം പറയട്ടെ എനിക്ക് സൂചിയുള്ള എനിക്ക് പഠിക്കാമല്ലോ പഠിക്കാത്ത കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചില്ലേ അപ്പൊ ഞാൻ വാച്ച് കെട്ടാണ് സമയം നോക്കാൻ അറിയാൻ പാടാത്ത സൂചിയുള്ള വാച്ച് കെട്ടാണ് എന്റെ ഞാൻ എപ്പോഴും ഡിജിറ്റൽ യുഗത്തിലല്ലേ ജീവിക്കുന്നത് എന്നെ കാണിക്കും പറഞ്ഞു പറയാനുള്ളത് അഭിഷേക് ചെയ്ത് പിന്നെ ഉണ്ണി ബ്ലോഗ്സ് പിന്നെ രജിത് സാറ് പിന്നെയൊക്കെ ഞാൻ അത്രയ്ക്ക് റെസ്പെക്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് പക്ഷെ അദ്ദേഹം എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതിൽ അതിനെക്കാട്ടി വലിയൊരു നന്ദിയില്ല ഇതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് ആവശ്യമുള്ളതൊന്നും എടുക്കരുത് തന്നെ മൈക്ക് അവിടെ എടുത്ത് വെക്കും മുഴുവൻ അങ്ങോട്ടേക്ക് പോയി ഓക്കെ ഞാനിങ്ങനെ അവിടെ സോഫയിൽ ഇരിക്കുന്നു എന്റെ അടുത്ത് നിന്ന് ലഡു വാങ്ങിച്ചു കഴിക്കുന്നു ടാറ്റ പറഞ്ഞു പോകുന്നു അങ്ങനെ ഓൾമോസ്റ്റ് 8 to 9 കിഡ്സ് ഇങ്ങനെ ഉറങ്ങുക അതുകൊണ്ട് എനിക്കിപ്പം ഭയങ്കര ഹാപ്പിയാണ് കാരണം എപ്പോഴും ഞാൻ പറയാറുണ്ട് ചെറുതുകളെ എനിക്ക് തീരെ ഇഷ്ടമല്ല എന്നുള്ളത് പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി പിള്ള മനസ്സിൽ കള്ളമില്ല അപ്പൊ അത്രയും എനിക്ക് ചെറിയ കുട്ടികളെ വരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു കപ്പിനേക്കാൾ അല്ലെങ്കിൽ എനിക്കൊരു കോടിയുടെ 2 കോടിയുടെ കാറോ പൈസനെക്കാട്ടിയും ഏറ്റവും വലുതാണ് ഈ ഒരു പ്യുവർ ആയിട്ടുള്ള ഹാർട്ടിൽ എനിക്ക് അവരൊരു സ്ഥാനം തന്നു എന്നുള്ളതിൽ പിന്നെ എന്റെ റീൽസ് ഇറക്കുന്ന എന്നെ ഒരു കാർട്ടൂൺ ക്യാരക്ടറായിട്ട് പൂക്കിമാരോ അപ്പൊ അങ്ങനെയൊക്കെ അവര് എന്നെ മനസ്സിലേക്ക് എടുക്കുന്നത് അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം അതിനൊന്നും പകരം വെക്കാൻ പറ്റാത്തതാണ് ആൻഡ് യു ലവ് ആൻഡ് താങ്ക് യു സോ മച്ച് അഗൈൻ ആൻഡ് അഗൈൻ ഓക്കെ ഇത്രയും പോരെ ഓക്കെ ഞാനൊരു ഡയലോഗ് പറയട്ടെ യെസ് യു ആർ ഹാൻഡ്സം ബാക്കിലേക്ക് താടി ഓക്കെ അപ്പം എനിക്ക് പൊതുവെ തുലിക്കൊക്കെയുണ്ട് നല്ല ആവശ്യത്തിലുള്ള സംസാരിക്കാനായിട്ട് അറിയാം അതുകൊണ്ട് മാത്രമേ ബിഗ് താങ്ക്സ് ടു ഓൾ മൈ ഫാൻസ് ഇത് നല്ല നല്ല ഫാൻസ് പിന്നെ ഞാൻ ഇതൊരു ചെറിയൊരു ഒരു ഗ്യാദറിംഗ് അല്ലേ പിന്നെ ബേസിക്കലി ഞാൻ മറ്റേ ഫ്ലെക്സ് അടി ബലൂൺ അതൊന്നും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ഓക്കെ ഫ്ലെക്സിന്റെ ആവശ്യം ഞാനല്ലേ ഫ്ലെക്സിനാണ് ഇമ്പോർട്ടൻസ് എനിക്കാണോ ബലൂണിനാണോ ഈ പൊട്ടി തെക്കുന്നത് ഞാനാണോ ഇമ്പോർട്ടൻസ് ഓക്കെ ഫൈൻ അപ്പൊ അതുകൊണ്ട് ഇനി ആരും ഓൺലൈൻ വീഡിയോസ് ഒക്കെ ഇല്ലേ ആരൊക്കെ എഴുതി ചേർക്കല്ലേ ഞാൻ പറഞ്ഞില്ലാതെ വേണ്ട ഇങ്ങനെയാണെന്താ അപ്പം നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞോട് നിങ്ങൾ ഫാൻസ് എന്താ ഇത് എടുക്കണം വീട്ടിൽ കൊണ്ടുപോകണം തന്നെ ഇതാണ് നീ കാണണമെന്ന് പറഞ്ഞ ആള് ഹായ് മെസ്സേജ് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ വെറും 2996 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പൊ വെറും 3 days കൊണ്ട് 46K. ഇനി ശരിക്കുള്ള ബിഗ് ബോസ് കാണാനായിട്ട് നിങ്ങൾ പോകുന്നുള്ളൂ ബിക്കോസ് ഐ ആം ഗോയിങ് ടു പ്ലേ റൈറ്റ് നൗ. എന്റെ ഡ്രാമ ഇനി കാണും നിങ്ങൾ. താങ്ക്സ് ടു രജിത് സാർ ആൻഡ് നോബ്ലിൻ ചേട്ടൻ
പിന്നെ ഡോക്ടർ ബിന്നി, ശാരിക KV, ശാലിനി, പിന്നെ ഉണ്ണി വ്ലോഗ്സ്, പിന്നെ ആദിൽ സാറിന് ഓൾറെഡി പറഞ്ഞു, പിന്നെ അഖിൽ മാരാർ ഓഫ് കോഴ്സ്, പിന്നെ ആസിഫ് അലി. എനിക്ക് എല്ലാവരോടും ഹാപ്പിയാണ്. കാരണം സുധീരേട്ടൻ, ഷിജു, എല്ലാവർക്കും എന്റെ ഭയങ്കര ഹാപ്പി. ആരുടെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അഭിഷേക് ചെയ്ത് അവരൊന്നും നന്ദി പറയേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഹീസ് മൈ ബ്രദർ. ഓക്കെ, അപ്പൊ എല്ലാവരോടും താങ്ക് യു. പിന്നെ ഞാൻ നിർത്തുന്നു, ഞാൻ അത് എഴുതി അറിയിച്ചോളാം. അപ്പൊ ഞാനൊരു കാവ്യാത്മകമായിട്ടുള്ള കാര്യം പറയാൻ വേണ്ടി നിൽക്കായിരുന്നു. അപ്പൊ നമ്മളുടെ ആരും ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, യെസ് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, എന്നോടല്ലേ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, ഓട്ട മത്സരത്തില് കാരണം ഓട്ട മത്സരം ജയിക്കണം എന്നുണ്ടെങ്കിൽ കൂടെ എല്ലാവരും ഓടേണ്ടി വരും. അല്ലാണ്ട് ഒറ്റയ്ക്ക് ഓടിയിട്ടുണ്ടെങ്കിൽ അതൊരു ഓട്ട മത്സരമാകുന്നില്ല. ബിക്കോസ് ഞാൻ ഈ ബിഗ് ബോസിനെ കാണുന്നത് ഒരു ഓട്ട മത്സരമായിട്ടാണ്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് എല്ലാവരും എൻ്റെ ജേണിയിൽ അവരും ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ഘടകമായിരുന്നു. അല്ലാതെ ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻസ് ഇല്ലാതെ ഒരിക്കലും എനിക്ക് ഈ ഒരു വാല്യൂ കിട്ടത്തില്ല. ഓക്കെ, സോ ഐ റിയലി റെസ്പെക്ട് ടു മൈ കോ കണ്ടസ്റ്റൻസ്. അത് പറഞ്ഞത് ഗാന്ധിജി മാറ്റി പറയല്ലേ. ശരി, ഓക്കെ, താങ്ക് യു ഗായ്സ്, താങ്ക് യു. ബിഗ് ബോസ് പോലും ഇത്രയും വലിയ ട്രോഫി തന്നിട്ടില്ല കേട്ടോ ഗായ്സ്, താങ്ക് യു. അടുത്ത ഫാൻ മീറ്റ് ഓക്കെ, നെവിൻ ഫാൻ മീറ്റ് എന്റെ നാട്ടുകാരൻ പറഞ്ഞു ഇവിടെ യോഗ ചെയ്യാൻ വരുന്ന ആൽബർട്സിലെ കുട്ടിയെ പറഞ്ഞു, എനിക്ക് നെവിൻ ചേട്ടനെ അറിയാൻ ഞാൻ കാണാറുണ്ട് ഇടയ്ക്കെന്ന് പറഞ്ഞു. ഞാൻ അറിഞ്ഞില്ല, പറഞ്ഞില്ല. അപ്പൊ ഓക്കെ ഗായ്സ്, അവിടെ ചെന്നിട്ട് ഇരുന്നോളൂ, അല്ലെങ്കിൽ ഇങ്ങനെ പറയും. ഒരു മിനിറ്റ് അഭിനയിച്ചോട്ടെ. അല്ല, ഞാനൊരു കാണിച്ചോട്ടെ. ഐ ഫീൽ ഞാനൊരു സ്റ്റാൻഡപ്പ് കൊമേഡിയനാണെന്ന് പോലെ ഫീൽ ചെയ്യുന്നത്. നിങ്ങക്ക് തോന്നിയില്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു ഓക്കെ, അടുത്ത കാര്യം ബിൽഡപ്പ് ആയിട്ടുണ്ട്, ബുക്ക് ചെയ്തേക്കാം അടുത്ത ഷോ കേട്ടോ. എക്സ്ക്യൂസ് മീ, ഇതിനകത്ത് മീഡിയസ് ആരാണ്? ഇതൊക്കെ അവിടെ ഈനെ ഏത് മീഡിയ? ഞാൻ മോളിവുഡ് എന്താ മോളിവുഡ് കണക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെയാണ് ഗിഫ്റ്റ് തന്നിരുന്നത്. ഞാൻ പറയും എനിക്കിത് ഗിഫ്റ്റ് ഞാൻ കഴിക്കിട്ട് ഫോട്ടോ എടുത്താലോ? ആണല്ലേ? അപ്പൊ നിങ്ങളെ ഒന്ന് ഗിഫ്റ്റ് ഏതാണ്? കഴിക്കിട്ട് അത് വേണ്ട, ലഭൂപ്പല്ല, വേറെ പ്ലീസ്. ഇനി മുതൽ കേരളക്കരയുടെ അഭിമാനം പ്ലീസ്. മഹേന്ദ്ര ബാബുവിന്റെ നിങ്ങൾ കയ്യടിക്കണോ? ഭയങ്കര പോറാണ് കേട്ടോ. എന്തിനാ പോലെ നോക്കി നിൽക്കുന്നത്? ഞാൻ കേട്ടോ. പിന്നെ അവസാനം എന്നെ വലിച്ചെറിയും. ഞാൻ എവിടെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ. വേറെന്താ? പിന്നെ നമുക്ക് പാട്ട് പാടാനൊരു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിങ്ങളുടെ സ്നേഹമാണ് ഏറ്റവും. ഞാൻ പൊതുവെ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ആ ഒരു മെറ്റീരിയലിസ്റ്റിനെക്കാട്ടി കുറച്ചുകൂടി ഒരു നിങ്ങളുടെ ആ ഒരു ബോണ്ടിങ് ഇല്ല എന്നെ മാത്രല്ല, ജസ്റ്റ് ലൈക്ക് എല്ലാവർക്കും എഫേർട്ട് ഇട്ടു അല്ലേ? അപ്പൊ ഇത്ര തിരക്കുള്ള സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു ക്യാരക്ടറാണ്. പിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഞാൻ സത്യം പറഞ്ഞ ഈ കോമഡി കണ്ടിട്ടാണ് തോന്നുന്നത്. Three, two, one.
love. Spread the love. Spread divinity. And my wife. உன்னோடு காண்பதே நேரம் போகுதே தேடாத தூரங்கள் தாராட்ட காட்சிகள் உன்னோடு காண்பதே நேரம் போகுதே சின்ன சின்ன ஆசை உலகி பைசா அமீத பூவாசம் கொஞ்சம் சாப்பிட